ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം: ഏത് സംസ്ഥാനത്ത് നിലവിലുള്ള സായുധ നിയമത്തിനെതിരെയാണ് ഇറോൺ ശർമിള നിരാഹാര സമരം നടത്തിയത്? ഓപ്ഷൻസ്: നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര. ആൻസർ ഓപ്ഷൻ ബി, മണിപ്പൂർ. മണിപ്പൂർ സംസ്ഥാനത്തിലെ നിലവിലുള്ള സായുധ നിയമത്തിനെതിരെയാണ് ഇറോൺ ശർമിള നിരാഹാര സമരം നടത്തിയത്. അടുത്തത്: തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാകുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? ഓപ്ഷൻസ്: 14, 15, 16, 17. ആൻസർ ഓപ്ഷൻ ഡി, 17. തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാകുന്നത് ഭരണഘടനയുടെ 17-ാം അനുച്ഛേദ പ്രകാരമാണ്. അടുത്തത്: 1980-ലെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? ഓപ്ഷൻസ്: 14, 20, 6, 9. ആൻസർ ഓപ്ഷൻ സി, 6. 1980-ലെ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ആദ്യത്തെ 1969-ലാണ്. 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നതെവിടെ? ഓപ്ഷൻസ്: അലഹബാദ്, പൂനെ, മുംബൈ, നാഗ്പൂർ. ആൻസർ ഓപ്ഷൻ സി, മുംബൈ. മുംബൈയിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്. അടുത്തത്: പഞ്ചശീല കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളേവ? ഓപ്ഷൻസ്: ഇന്ത്യ, ചൈന, ഇന്ത്യ യൂഗോസ്ലാവിയ, ഇന്ത്യ റഷ്യ, ഇന്ത്യ ഈജിപ്ത്. ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യ ചൈന. പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അടുത്തത്: കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷമേത്? ഓപ്ഷൻസ്: 1959 ജൂലൈ, 1957 ജൂലൈ, 1959 നവംബർ, 1957 നവംബർ. ആൻസർ ഓപ്ഷൻ എ, 1959 ജൂലൈയിലാണ്. കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ വർഷം 1959 ജൂലൈ. 1957-ലാണ് കേരളത്തിലെ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നത്. 1959 ജൂലൈയിൽ പിരിച്ചുവിടുകയും ചെയ്തു. അടുത്തത്: കാറൽമാൻ ചരിത്രം ഏത് ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ഒപ്പന, മാർഗംകളി, തെയ്യം, ചവിട്ടുനാടകം. ആൻസർ ഓപ്ഷൻ ഡി, ചവിട്ടുനാടകം. കാറൽമാൻ ചരിത്രം ചവിട്ടുനാടകവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. അടുത്തത്: ഏറ്റവും അധികം തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരമേത്? ഓപ്ഷൻസ്: ഏതൻസ്, റോം, ലണ്ടൻ, മ്യൂണിക്ക്. ആൻസർ ഓപ്ഷൻ സി, ലണ്ടൻ. ഏറ്റവും അധികം തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരമാണ് ലണ്ടൻ. അടുത്തത്: ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ എത്തിയ കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭമേത്? ഓപ്ഷൻസ്: ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ എ, ഗുരുവായൂർ സത്യാഗ്രഹം. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ എത്തിയ കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്തത്: രാഷ്ട്രപതി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഓപ്ഷൻസ്: ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ ഡി, ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി രാജിക്കത്ത് നൽകുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അടുത്തത്: ഡൂൺ താഴ്വരകൾ നിറഞ്ഞ ഹിമാലയൻ നിരയേത്? ഓപ്ഷൻസ്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഗ്രേറ്റ് ഹിമാലയം. ആൻസർ ഓപ്ഷൻ സി, സിവാലിക്. ഡൂൺ താഴ്വരകൾ നിറഞ്ഞ ഹിമാലയൻ മലനിരയാണ് സിവാലിക്. അടുത്തത്: ഇന്ദുചൂഡൻ എന്ന തൂലികാ നാമം ആരുടേതാണ്? ഓപ്ഷൻസ്: RP പരമേശ്വര മേനോൻ, മാണിക്കോത്ത് എന്ന രാമനുണ്ണി, K ശ്രീകുമാർ, KK നീലകണ്ഠൻ. ആൻസർ ഓപ്ഷൻ ഡി, KK നീലകണ്ഠൻ. KK നീലകണ്ഠൻ്റെ തൂലികാ നാമമാണ് ഇന്ദുചൂഡൻ എന്ന്. അടുത്തത്: കല്യാണദായിനി സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻസ്: വാക്ബടാനന്ദൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, K അയ്യപ്പൻ. ആൻസർ ഓപ്ഷൻ സി, പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കല്യാണദായിനി സഭ സ്ഥാപിച്ച വ്യക്തി. അടുത്തത്: മഹാനദിക്ക് കുറുകെയുള്ള അണക്കെട്ട് ഏത്? ഓപ്ഷൻസ്: ശ്രീശൈലം, മേട്ടൂർ, നാഗാർജുന സാഗർ, ഹിരാക്കുട്ട്. ആൻസർ ഓപ്ഷൻ ഡി, ഹിരാക്കുട്ട്. ഹിരാക്കുട്ട് അണക്കെട്ടാണ് മഹാനദിക്ക് കുറുകെയുള്ള അണക്കെട്ട്. അടുത്തത്: ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻസ്: 1992, 1993, 1994, 1995. ആൻസർ ഓപ്ഷൻ എ, 1992. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1992-ലാണ്. അടുത്തത്: ദുർഗാപൂർ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്?
ഓപ്ഷൻസ് കർണാടക, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. ദുർഗാപൂർ ഉരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അടുത്തത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആര്? ഓപ്ഷൻസ് മഹലനോബിസ്, ഹരാഡ് ഡോമർ, എം വിശ്വേശ്വരയ്യ, എം എൻ റോയ്. ആൻസർ ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യ. എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഏറ്റവും പഴക്കമുള്ള പൊതുമേഖലാ ബാങ്ക് ഏത്? ഓപ്ഷൻസ് കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, അലഹബാദ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ ഡി അലഹബാദ് ബാങ്ക്. ഏറ്റവും പഴക്കമുള്ള പൊതുമേഖലാ ബാങ്ക് എന്നറിയപ്പെടുന്നത് അലഹബാദ് ബാങ്കാണ്. അടുത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻസ് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, പൂനെ. ആൻസർ ഓപ്ഷൻ സി മുംബൈ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം വരുന്നത് മുംബൈയാണ്. അടുത്തത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച കമ്പനി ഏത്? ഓപ്ഷൻസ് ഹിറ്റാച്ചി, മിത്സുബിഷി, ഹിഡാൽഗോ, ഫിലിപ്സ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച കമ്പനി എന്നറിയപ്പെടുന്നത് മിത്സുബിഷിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. അടുത്തത് റിട്ടുകൾ എത്ര തരമാണ്? ഓപ്ഷൻസ് 3, 4, 5, 6. ആൻസർ ഓപ്ഷൻ സി 5. റിട്ടുകൾ 5 തരമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് മലമ്പനി പരത്തുന്ന കൊതുകുകളേവ? ഓപ്ഷൻസ് ആനോഫിലസ്, ക്യൂലക്സ്, മാൻസോണിയ, ഈഡിസ് ഈജിപ്ത്. ആൻസർ ഓപ്ഷൻ എ ആനോഫിലസ്. ആനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്ന കൊതുകുകൾ. അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറക്കിയത് എവിടെയാണ്? ഓപ്ഷൻസ് കോഴിക്കോട്, മദ്രാസ്, റോം, ആംസ്റ്റർഡാം. ആൻസർ ഓപ്ഷൻ ഡി ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്സ് പുറത്തിറക്കിയത് ആംസ്റ്റർഡാമിലാണ്. അടുത്തത് തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, പുന്നമട കായൽ. ആൻസർ ഓപ്ഷൻ സി വേമ്പനാട് കായൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. അടുത്തത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആര്? ഓപ്ഷൻസ് എസ് രാധാകൃഷ്ണൻ, അബുൽ കലാം ആസാദ്, കെ എൻ രാജ്, ശാന്തി സ്വരൂപ് ഭട്നഗർ. ആൻസർ ഓപ്ഷൻ ഡി ശാന്തി സ്വരൂപ് ഭട്നഗർ. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗറാണ്. അടുത്തത് വനിതാ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻസ് 2006 ഒക്ടോബർ, 2005 സെപ്റ്റംബർ, 2004 നവംബർ, 2007 മെയ്. ആൻസർ ഓപ്ഷൻ എ 2006 ഒക്ടോബർ. 2006 ഒക്ടോബറിലാണ് വനിതാ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്തത് താഷ്കണ്ട് കരാറിൽ ഒപ്പിട്ട പാകിസ്ഥാൻ പ്രസിഡന്റ് ആര്? അല്ലെങ്കിൽ പാക് പ്രസിഡന്റ് ആര്? ഓപ്ഷൻസ് അയ്യൂബ് ഖാൻ, സിയ ഉൾ ഹഖ്, സുൽഫിക്കർ അലി ഭൂട്ടോ, പർവേസ് മുഷറഫ്. ആൻസർ ഓപ്ഷൻ എ അയ്യൂബ് ഖാൻ. അയ്യൂബ് ഖാനാണ് താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ച അല്ലെങ്കിൽ ഒപ്പിട്ട പാകിസ്ഥാൻ പ്രസിഡന്റ്. അടുത്തത് ബാരൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന കടൽ ഏത്? ഓപ്ഷൻസ് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, തെൻ ചീന കടൽ. ആൻസർ ഓപ്ഷൻ ബി ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടലിലാണ് ബാരൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷമേത്? ഓപ്ഷൻസ് 2009, 2010, 2008, 2011. ആൻസർ ഓപ്ഷൻ എ 2009. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം 2009 ആണ്. അടുത്തത് രക്തക്കുഴൽ, മോണ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വൈറ്റമിൻ ഏത്? ഓപ്ഷൻസ് വൈറ്റമിൻ എ, വൈറ്റമിൻ B12, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ. ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് രക്തക്കുഴലുകൾ, മോണ എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വൈറ്റമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ. അടുത്തത് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് വിൻസെൻ്റ് സ്മിത്ത്, അരവിന്ദ ഘോഷ്, തിലകൻ, വി ഡി സവാർക്കർ. ആൻസർ ഓപ്ഷൻ ഡി വി ഡി സവാർക്കർ. വി ഡി സവാർക്കറാണ് 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് തുംഗഭദ്ര നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻസ് ഗോദാവരി, കാവേരി, മഹാനദി, കൃഷ്ണ നദി. ആൻസർ ഓപ്ഷൻ ഡി കൃഷ്ണ നദി. കൃഷ്ണ നദിയുടെ പോഷക നദി എന്നറിയപ്പെടുന്നതാണ് തുംഗഭദ്ര നദി. അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത്? ഓപ്ഷൻസ് 7ാം ഭേദഗതി, 24ാം ഭേദഗതി, 48ാം ഭേദഗതി, 42ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. ആമുഖം ഒരേ ഒരു പ്രാവശ്യമാണ് ഭരണഘടനാ ഭേദഗതി ചെയ്തിട്ടുള്ളത്.
42-ാം ഭേദഗതിയാണ്. അടുത്തത് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഏത്? ഓപ്ഷൻസ് ഫെബ്രുവരി 6, നവംബർ 30, ഡിസംബർ 2, ഒക്ടോബർ 14. ആൻസർ ഓപ്ഷൻ സി ഡിസംബർ 2. ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി അറിയപ്പെടുന്നത്. അടുത്തത് ആദ്യമായി പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആര്? ഓപ്ഷൻസ് ജോനാസ് സാൽക്ക്, ആൽബർട്ട് സാബിൻ, ലൂയി പാസർ, വാൻ ലിവോൺ ഹോക്ക്. ആൻസർ ഓപ്ഷൻ എ ജോനാസ് സാൽക്ക്. ആദ്യമായി പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ജോനാസ് സാൽക്കാണ്. അടുത്തത് എന്തിനെതിരെയുള്ള സമരത്തിൻ്റെ നേതാവാണ് SP ഉദയകുമാർ? ഓപ്ഷൻസ് ആദിവാസികളുടെ കുടിയിറക്ക്, പ്ലാച്ചിമട ജലചൂഷണം, എൻഡോസൾഫാൻ, കൂടംകുളം ആണവ നിലയം. ആൻസർ ഓപ്ഷൻ ഡി കൂടംകുളം ആണവ നിലയം. കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ നേതാവാണ് SP ഉദയകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ സമ്മേളനം നടന്നതെവിടെ? ഓപ്ഷൻസ് ബെന്തൂങ്, കെയ്റോ, ജക്കാർത്ത, ബെൽഗ്രേഡ്. ആൻസർ ഓപ്ഷൻ ഡി ബെൽഗ്രേഡ്. ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ സമ്മേളനം നടന്നത്. അടുത്തത് റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം ഏത്? ഓപ്ഷൻസ് 1949, 1935, 1947, 1951. ആൻസർ ഓപ്ഷൻ എ 1949. റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷം 1949. അടുത്ത ക്വസ്റ്റ്യൻ ഒളിമ്പിക് വലയങ്ങളിലെ നീല പ്രതിനിധാനം ചെയ്യുന്ന ഭൂഖണ്ഡം ഏത്? ഓപ്ഷൻസ് ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ. ആൻസർ ഓപ്ഷൻ ബി യൂറോപ്പ്. ഒളിമ്പിക് വലയങ്ങളിലെ നീല പ്രതിനിധാനം ചെയ്യുന്ന ഭൂഖണ്ഡമാണ് യൂറോപ്പ്. അടുത്തത് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം അംഗീകരിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻസ് 2010 ജൂലൈ, 2011 മാർച്ച്, 2008 ഏപ്രിൽ, 2009 ഓഗസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ 2010. 2010 ജൂലൈയിലാണ് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നം അംഗീകരിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LDC എക്സാമുകളിൽ വരാൻ ചാൻസ് ഉള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നോക്കിയത്. 40 ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.